Hello, welcome back to my YouTube channel. It's me, Sarah. And also, photography lessons in part 2 and a glad welcome. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ക്യാമറയുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പർച്ചർ, ഷട്ടർ സ്പീഡ് ആൻഡ് ISO നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഷട്ടർ സ്പീഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി. ആൻഡ് ഇപ്പോൾ നമുക്ക് ISOനെ പറ്റി സംസാരിക്കാം. സോ ISO എന്ന് വെച്ചാൽ സിംപ്ലി പറയുമ്പോൾ അതൊരു ക്യാമറയുടെ സെറ്റിംഗ് ആണ്. ആ സെറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോന് ബ്രൈറ്റൻ ചെയ്യോ ഡാർക്കൻ ചെയ്യോ ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാം, ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതൊരു എഡിറ്റിംഗ് ആപ്പ് വെച്ചിട്ട് നമുക്ക് അതിനെ ബ്രൈറ്റൻ ചെയ്യോ ഡാർക്കൻ ചെയ്യോ ഒക്കെ ചെയ്തുകൂടെയാണ്. പക്ഷെ അങ്ങനെ എഡിറ്റിംഗ് ആപ്പ് വെച്ച് ബ്രൈറ്റൻ ചെയ്യുന്നതും നമ്മുടെ ISO വെച്ച് ബ്രൈറ്റൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഡാർക്കൻ ചെയ്യുന്നതും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് വീഡിയോ പോകെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ISOനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് വീഡിയോ അവസാനിക്കുന്നവരെ കാണുക. And let's go to the video. അപ്പോൾ ഞാനിവിടെ ഒരു മെഴുകുതിരി വെച്ചിട്ടാണ് ISO എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിലെ ക്യാമറ ഓൺ ചെയ്തു, ക്യാമറയുടെ ISO ഓൺ ചെയ്തു. അതിൽ ISOയുടെ റേഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ISOയുടെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഡബിൾ ചെയ്താണ് പോകുന്നത്. 100, 200, 400, 800 അങ്ങനെ ആ രീതിക്ക് ഡബിൾ ചെയ്താണ് പോകുന്നത്. അതായത് നമ്മൾ ISOൻ്റെ വാല്യൂ ഡബിൾ ചെയ്യുന്നതോറും അതിൻ്റെ ബ്രൈറ്റ്നസ്സും അതുപോലെ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും വാല്യൂസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആദ്യത്തെ 2 വാല്യൂസാണ്. 100, 200 ഒക്കെ ആയിരിക്കും. അതെന്താണ് പോകെ പറയാം. ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ISO ഞാൻ എത്രത്തോളം കൂട്ടുന്നുണ്ട്. ആ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ പിക്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുകയും കുറയും ചെയ്യുന്നത്. ഇപ്പോൾ 400 നിന്ന് 200 വന്നപ്പോഴും 200 നിന്ന് 100 വന്നപ്പോഴുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ISO വളരെ ലോ യൂസ് ചെയ്തപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ ലൈറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഷട്ടർ സ്പീഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ISOൻ്റെ ലോ വാല്യൂ യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം ബ്രൈറ്റ്നസ് കുറഞ്ഞ ഇമേജ് കിട്ടി. അതിലും ഫോക്കസ്ഡ് വേണം, അതിലും ബ്രൈറ്റൻ വേണം, ആ ഒരു ക്യാൻഡിൽ ലൈറ്റ് മാത്രം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഷട്ടർ സ്പീഡും കൂടെ യൂസ് ചെയ്യാം. ഷട്ടർ സ്പീഡിൻ്റെ വാല്യൂ ചെറുതിൽ നിന്നും വലുതിലോട്ട് വരുന്നതോറും നമുക്ക് ചുറ്റുമുള്ള ഇമേജസും ആ ക്യാൻഡിലും അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ കുറച്ചും കൂടെ വിസിബിളായി കാണാൻ പറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ ഇപ്പോഴും ഒരു ഡൗട്ട് വരാം, എന്തിനാണ് നമ്മൾ ഷട്ടർ സ്പീഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ISO തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ ഇമേജ് ബ്രൈറ്റ് ആവത്തില്ലേന്ന്. അവിടെയാണ് ISOയുടെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ISO കൂട്ടിക്കഴിഞ്ഞാൽ ഇമേജ് ബ്രൈറ്റ് ആവും, ശരിയാണ്. പക്ഷേ ISO നമ്മളൊരു പെർട്ടിക്കുലർ ലിമിറ്റിന് കൂട്ടിക്കഴിഞ്ഞാൽ ഇമേജിൽ വളരെയധികം ഗ്രെയിൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു 100 അല്ലെങ്കിൽ 200 റേഞ്ചിലുള്ള ISO പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മളിപ്പോൾ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇമേജിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേബിളായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ക്യാമറ ഇരിക്കുമ്പോൾ മാത്രം ചെയ്യാം. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ഷട്ടർ സ്പീഡ് കൂട്ടും തോറും നമ്മുടെ ക്യാമറ ഇത്തിരി വേഗം ഷേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജും അതുപോലെ ഷേക്കായി പോകും. സോ സ്റ്റേബിളായിട്ട് ക്യാമറ വെച്ചിട്ട് മാത്രം ഷട്ടർ സ്പീഡ് കൂട്ടിക്കൊടുക്കാം. ഈ ഒരു ഷട്ടർ സ്പീഡിൻ്റെയും ISOൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്യാൻഡിലിന് പെർഫെക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് നല്ല കുറവാണ് ആൻഡ് നമുക്കൊരു ലോ ഷട്ടർ സ്പീഡ് തന്നെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ISO വെച്ചിട്ട് നമുക്കതിൻ്റെ ലൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. മറ്റൊരു ISOയുടെ പെക്യുലാരിറ്റീനെ പറ്റി പറയുകയാണിവിടെ. സപ്പോസ് നല്ല ലൈറ്റ് കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ് ആൻഡ് നമുക്ക് ഒരു വൈഡ് ഏരിയ കവർ ചെയ്യണം. അതായത് 2 ഒബ്ജക്റ്റ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുക. അങ്ങനെ ഫ്ലാഷ് ലൈറ്റ് മാത്രം ഓൺ ആക്കിയപ്പോഴൊരു ഇമേജാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ അതിൽ നോക്കുകയാണെന്ന് അറിയാം, ആ 2 ഇമേജും അതിൻ്റെ ഫ്രണ്ട് മാത്രം കാണും, കംപ്ലീറ്റ് പോർഷൻസ് കവേർഡ് അല്ല. പക്ഷേ നമ്മൾ ആ സെയിം ടൈം ഫ്ലാഷ് ലൈറ്റൊക്കെ ഓഫ് ആക്കി ISO ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ഇമേജ് നമുക്ക് ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നതായിട്ട് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ISOയും അതിൻ്റെ കൂടെ ഷട്ടർ സ്പീഡും കൂടെ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ വെളിച്ചമാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് രാവിലെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ആ ഇമേജ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ അപ്പോഴും ISO കൂട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും അവിടെ നോയ്സ് വരാതിരിക്കാനും ഷട്ടർ സ്പീഡ് കൂട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും അത് ബ്ലർഡ് ആവാതിരിക്കാനും ശ്രദ്ധിക്കാം. ISOയും കൂട്ടിക്കൊടുത്ത് നമ്മുടെ ഫ്ലാഷ് ലൈറ്റും കൂടെ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇമേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്യാമറ ഇളകാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ ലോ ISOയും ഹൈ ഷട്ടർ സ്പീഡും ആയിരിക്കും നമുക്കൊരു പെർഫെക്റ്റ് ക്ലീൻ ഇമേജ് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് കോംബോ. ISOയുടെ വാല്യൂ കുറയും തോറും ഇമേജിൻ്റെ ക്വാളിറ്റിയും കൂടും, അതുപോലെ തന്നെ ഗ്രെയിൻസിൻ്റെ പ്രശ്നവും അവിടെ ഉണ്ടാവില്ല.
ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഐഎസ്ഒനെ പറ്റി മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഐഎസ്ഒനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ കമൻറ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫി ലെസൺസിൻ്റെ പാർട്ട് 3 ആയിട്ട് നമുക്ക് അടുത്ത വീക്കെൻഡിൽ കാണാം. സോ ടേക്ക് കെയർ.